അപ്പോൾ നമുക്ക് പയ്യെ അകത്തോട്ട് കയറിയാൽ എനിക്ക് തോന്നുന്നു 3 ഏരിയയും വരാന്തൊക്കെ പറയും. ഡിസൈൻ എല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടാണ്. ഇങ്ങനെ ഡോർ ചെയ്തതിന്റെ റീസൺ തല കുഞ്ഞകത്തെടുക്കാൻ പണ്ടത്തെ ഒരു രീതി വന്നിച്ച് കയറുക, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് വിനീഷേട്ടന്റെ ആഗ്രഹപ്രകാരം നമ്മൾ ചെയ്തു കൊടുത്തത് ഭിത്തി ഒഴിവാക്കി ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് കണക്കൊത്ത് തന്നെ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? സാറ്റിസ്ഫൈഡ് ആണ്. നമസ്കാരം. നമ്മളെ ഒരു മലയാളി, ശരാശരി മലയാളി, അവൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ചിലവാക്കുന്നത് വീട് വെക്കാനായിട്ടാണ്. ഈ വീട് വെക്കുമ്പോഴത്തേക്കും ഭംഗിയായിട്ട് വെക്കുക എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും മികച്ച മെറ്റീരിയൽ ഉപയോഗിച്ച് ഇഷ്ടത്തിനനുസരിച്ച് വെക്കുക എന്ന് പറയുന്നൊരു വലിയ പ്രത്യേകതയുണ്ട്. അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച ഒരു 4 കെട്ടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. വിനീഷ് മീലു ദമ്പതികളുടെ വീട്. ഇത് തിരുവനന്തപുരം നെടുമങ്ങാട്. ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ വാസ്തുഹാര ബിൽഡേഴ്സാണ്. ഇതിന് തൊട്ട് മുൻപ് ഞാൻ വാസ്തുഹാര ബിൽഡേഴ്സിൻ്റെ ഒരു വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ അവർ ചെയ്തൊരു വീടിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്, ഡോക്ടർ ഇന്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് നമ്മുടെ വാസ്തുഹാര ബിൽഡേഴ്സിൻ്റെ എന്താ പറയുക സാരഥികളാണ്. പ്രശാന്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഒരുമിച്ച് കണ്ടയാളാണ്. പക്ഷെ അന്ന് എൻ്റെ കൂടെ ഇല്ലായിരുന്നു അനന്തകൃഷ്ണൻ അല്ലേ? ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ പ്രസ്ഥാനം നടത്തി പോകുന്നത്. അന്ന് നമ്മുടെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ അന്നൻ്റെ കാര്യം അന്ന് മെൻഷൻ ചെയ്ത് പോയിരുന്നു എന്ന് വിചാരിക്കുന്നു. യെസ്. ഇപ്പൊ കാണിക്കുന്ന കേരളത്തിന്റെ തെക്കേറ്റത്തുള്ള തിരുവനന്തപുരത്ത് നെടുമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമുക്കിതങ്ങ് തുടങ്ങിയാലോ? അപ്പൊ പ്രശാന്ത് ലാസ്റ്റ് നമുക്ക് അവസാനം വീണ്ടും കാണാം. അനന്തനുമായിട്ട് ഞാൻ ബാക്കി ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം പ്രശാന്ത് ആയതുകൊണ്ട് ഇത്തവണ അനന്തനെ കൂട്ടും. അനന്തമായി ഒരു എന്താ പറയാ, നമ്മുടെ ഓഫീസെല്ലാം വരുന്നത് ഒന്ന് നമുക്ക് എറണാകുളത്താണ്. കാരണം ഞാൻ എറണാകുളമാണ്, പ്രശാന്ത് ആലപ്പുഴയാണ്. അപ്പൊ ഒരു ഓഫീസ് വരുന്നത് എറണാകുളത്താണ്. അത് പള്ളിക്കര നമ്മുടെ വീഗലാൻഡിൽ അടുത്തായിട്ടാണ്. പിന്നെ ആലപ്പുഴ വരുന്ന എടത്വ, തലവടിയാണ് ഓഫീസ്. തലവടി അല്ലേ? അപ്പൊ നമുക്ക് മുഖവരയൊന്നുമില്ല, ഈ ഒരു പ്രൊജക്റ്റിലോട്ട് കിടക്കാം. എത്ര സെന്റ് സ്ഥലമുണ്ട് ഇത്? ഇത് മൊത്തം പ്ലോട്ട് വീട് ഇരിക്കുന്നത് മൊത്തം 14 സെന്റിലാണ്. അതിനകത്ത് ഒരു 8 സെന്റോളം മൊത്തം 8-9 സെന്റിന്റെ ഇടയിൽ വീട് മാത്രം വരുന്നുണ്ട്. എത്ര സ്ക്വയർ ഫീറ്റ് വന്നിരിക്കുന്നത്? ഇത് 3300 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. 4 BHK. ഈ സാധാരണ 4 കെട്ട് വീടുകൾ നമ്മളും ചെയ്യാറുണ്ട്, മീൻസ് നമ്മളെ വീഡിയോയിൽ അല്ലാതെയൊക്കെ ചെയ്യാറുണ്ട്. ഇതിലെനിക്ക് തോന്നുന്നു വാസ്തുവിദ്യ പൂർണ്ണമായിട്ട് നമ്മൾ കൊണ്ടുവരുന്നിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്ലയന്റ് നേരത്തെ പറഞ്ഞല്ലോ, വിനീഷേട്ടനെ സംബന്ധിച്ച് വാസ്തു കറക്റ്റ് ആയിരിക്കണം, മസ്റ്റായിരുന്നു. പുള്ളിക്ക് അത് മസ്റ്റായിരുന്നു, പുള്ളിക്ക് വേണം അത്. അപ്പോൾ പുള്ളി പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് ഞാൻ പണം മുടക്കി ചെയ്യുന്ന വീടാണ്, എനിക്ക് കുടുംബത്തോടൊരു സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയാൻ പറ്റും. അപ്പോൾ താമസിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ഒരു അപകടം പറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാസ്തു നോക്കിയായിരുന്നോ എന്നുള്ള ചോദ്യം വരരുത് പുള്ളിയോട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പാനിക് ആവും, പിന്നെ അതിനകത്തോട്ട് പോകും. അപ്പം അതുകൊണ്ടാണ് നമ്മളത് പൂർണ്ണമായിട്ടും അതിൽ ഉൾപ്പെടുത്തിയാണ് വീട് ചെയ്തിരിക്കുന്നത്. 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. വാസ്തു അങ്ങനെ നോക്കുന്നവർക്ക് അങ്ങനെയും ചെയ്തു, നോക്കാത്തവർക്ക് ബേസിക് വെച്ചിട്ട് നമ്മൾ ചെയ്തു. അങ്ങനെ ചെയ്തു. അപ്പോ നമുക്ക് പയ്യെ അകത്തോട്ട് കയറിയാൽ എനിക്ക് തോന്നുന്നു 3 ഏരിയയും വരാന്തൊക്കെ പറയും. 3 ഏരിയയും വരാന്തൊക്കെ പറയാണ്. ഫ്രണ്ടിൽ ഒരു പൂമുഖമാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ആയിട്ട് ചെയ്തിരിക്കുന്നു അല്ലേ? ഓപ്പൺ ആയിട്ട് ചെയ്തിരിക്കുന്നു. ബോർഡറുകൾ ഗ്രാനൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് ടൈലാണ്. പിന്നെ അത് 4x2 ടൈലാണ്. ടെറാക്കോട്ട അല്ലേ? 1x1 ടെറാക്കോട്ട. ഇതിപ്പോ കിട്ടലുണ്ടോ? കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്റെ അടുത്ത് ഇവര് പറഞ്ഞത് ഇത് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ ക്ലയന്റിന്റെ ആവശ്യപ്രകാരമാണ്. അപ്പൊ നമ്മളത് ചെയ്തു കൊടുക്കാന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. യെസ്. ഈ വീടിന് എപ്പോഴും ഈ പറഞ്ഞ ട്രഡീഷണൽ വീടുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതിന്റെ കൂര അല്ലെങ്കിൽ അതിന്റെ ഓട് എല്ലാം നാടനോട് തന്നെയാണ്. പഴയ ഓട് മേടിച്ച് വാഷ് ചെയ്ത് റീപെയിന്റ് ചെയ്ത് കയറ്റിയിരിക്കുകയാണ്. യെസ്. ഈ പഴയ ഓട് മേടിച്ചു എന്ന് പറയുമ്പോൾ ഇതിന്റെ ബഡ്ജറ്റ് കട നിങ്ങൾ കേട്ടും. ഇത് എത്ര രൂപ ബഡ്ജറ്റ് ആയിട്ടുണ്ട് ഈ വീടിന്? മൊത്തം എല്ലാം കൂടി കൂട്ടി ഒരു 55 ലക്ഷം രൂപ, 55 lakhs. ഏത് 3300 സ്ക്വയർ ഫീറ്റ് വീട് പറയുന്നത് ആരും വിശ്വസിക്കത്തില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഈ വീട് 1 രൂപ കൂടുതലുള്ള ഓട് നിങ്ങൾ എടുത്തില്ല. യെസ്, 1 രൂപയ്ക്കാണ് ഓട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് റീപെയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതെനിക്ക് 3 ഏരിയയും കവർ ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതി ഈ തൂണുകളാണല്ലോ. ഇതെങ്ങനെ ചെയ്തിരിക്കുന്ന? ഇത് കരിങ്കല്ലിലുള്ള തൂണലാണ്. ടെക്സ്ചർ ഒന്നുമല്ല. ഇത് കരിങ്കല്ലാണ്. നമ്മൾ ചെയ്ത് തമിഴ്നാട് മയിലാടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്നാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. ഉയരം കസ്റ്റമൈസ്, ഡിസൈൻ എല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടാണ്. പിന്നെ 3 പീസായിട്ടാണ് വരുന്നത്. അതായത് ഇതൊരു പീസാണ്, ടോപ്പിൽ ഒരെണ്ണം, ബോട്ടത്തിൽ ഒരെണ്ണം. ജോയിന്റ് അല്ല. ഇതിനകത്ത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടത്തിലുള്ള പീസിന്റെ സെന്ററിൽ ഒരു ഗ്രൂ ഉണ്ടാവും. ആ ഗ്രൂവിലേക്ക് ഇതിനകത്ത് ഒരു ഗ്രൂ ഉണ്ട്, അത് നേരെ കണക്ട് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതും അവിടുന്ന് എല്ലാം അവിടെ ഇതൊക്കെ അവിടെ തന്നെയാണ്.
ഓ ശരി, എനിക്ക് തോന്നുന്നു ഇതിലെല്ലാം വാതിലുകളും ജനലുകളും എല്ലാം വുഡല്ലേ? എല്ലാം വുഡാണ്, എല്ലാം തടി എല്ലാം തന്നെ തടി ചെയ്തിരിക്കുന്നത്. അതേസമയം ഇതിന്റെ റൂഫ് ചെയ്യുന്നതിന് തടി ഇല്ല ചെയ്തിട്ടില്ല, GI ആണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ വീട് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന കട്ട അതായത് കണ്ണൂർ വെട്ടുകല്ല് വെച്ചിട്ടാണ് കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള വെട്ടുകാർ. കണ്ണൂരിൽ നിന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഇറക്കി അവിടുത്തെ തന്നെ ലേബേഴ്സിന് വെച്ച് ചെയ്ത് അവിടുത്തെ പണിക്കാരാണ് അവിടുത്തെ പണിക്കാർ കണ്ണൂരിൽ നിന്ന് ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് സ്റ്റേ ചെയ്തിരിക്കുന്നതാണ്, അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. ഈ വെട്ടുകല്ലിന്റെ മേളിൽ കൂടെ നമ്മൾ ലാറ്ററൽ ക്ലാഡിങ്ങും അതായത് സ്റ്റോൺ നാച്ചുറൽ സ്റ്റോണും വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്തിരിക്കും. രണ്ട് രീതി ചെയ്യാം, മാറ്റ് ചെയ്യാം, ഗ്ലോസിങ് ചെയ്യാം. പക്ഷേ കസ്റ്റമർക്ക് എനിക്ക് തോന്നുന്നു മാറ്റ് ആയിരുന്നു ഇഷ്ടം. അങ്ങനെ ലൈറ്റുകൾ ഉൾപ്പെടെ എല്ലാം കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. ഇതില് പേര് ഉപവനം. ഇതാണ് ഈ വീടിന്റെ പേര്, ഉപവനം. ഇനി ഒരു ചെറിയൊരു സംഗതി ചോദിച്ചോട്ടെ. ഇതില് കാണുന്ന ആൾക്കാർക്ക് ഒരുപാട് അഭിപ്രായം പറയാനുള്ള ഒരു സാധനമായിരിക്കും ഇതിന്റെ ഡോറ്. ഞങ്ങൾ കസ്റ്റമറിനോടും പറഞ്ഞു, ഇത് കാണുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തും. ഈ ഡോറ് ചെറുതാണ്, ഹൈറ്റ് കുറവാണ്. നമ്മൾ സാധാരണ 240 ഒക്കെ ഡോർ കൺവേർട്ട് ചെയ്യുന്ന ഒരു ടൈമാണിത്. അവിടെ ഇങ്ങനെ ഡോർ ചെയ്യുന്നതിന്റെ റീസൺ എന്താ? ഇത് മെയിൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ക്ലയന്റിന്, ഞാൻ പറഞ്ഞില്ല, നമ്മൾ മൊത്തമായിട്ട് പറയുന്നത് ക്ലയന്റ് എന്താണ് ആവശ്യപ്പെടുന്നത് അതാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ക്ലയന്റിന് ഇങ്ങനെ തന്നെ വേണം. അതായത് അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, വീട് എന്ന് പറയുമ്പോൾ നമ്മൾ തല കുനിഞ്ഞകത്തെടുക്കാണ്, പണ്ടത്തെ ഒരു രീതി വന്നിച്ച് കയറുക, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ അമ്പലത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വന്ന് കണ്ടൂർ ഒരുപാട് പേര് പറഞ്ഞു ഈ കേസ് ഇതല്ലേ, ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ കയറുമ്പോഴത്തേക്ക് ഇപ്പൊ നേരെ കയറി കഴിഞ്ഞാൽ തല തട്ടും. അതുകൊണ്ട് തന്നെ കുനിഞ്ഞു കയറുന്ന കോൺസെപ്റ്റാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഓരോരുത്തരുടെ വിശ്വാസങ്ങളോടും ഓരോരുത്തരുടെ രീതികളോടും ഒക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടത്. നമ്മളതിനെ അഡോപ്റ്റ് ചെയ്യാന്ന് ഞാൻ പറയില്ല, അതങ്ങ് ബഹുമാനിച്ചിട്ടേക്കാം അല്ലെ. ഇതെല്ലാം വുഡാണോ? വുഡാണ്. തേക്കൂട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് അന്നേരം അകത്തോട്ട് കയറാം. ഈ വീട്ടിലോട്ട് കയറി വരുമ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള 4 കെട്ട് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ആദ്യം കാണേണ്ട സാധനം തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും അല്ലേ. അത് ഈ വീടിന്റെ നടുമുറ്റമാണ്. നടുമുറ്റം എന്ന് പറയുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ടത് ഒരു എലവേഷൻ ഉണ്ടല്ലോ അനന്ത. ഇതും വിനീഷേട്ടന്റെ ആഗ്രഹപ്രകാരം നമ്മൾ ചെയ്തു കൊടുത്തത്. ഇങ്ങനെ എലവേറ്റ് ചെയ്യണം, തട്ടായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞിരുന്നു. ഒരു തട്ട് അടുത്ത തട്ടയും താഴേക്ക് ഇറങ്ങാം. അതായത് വെളിയിൽ നിന്ന് മഴ വീഴും, വെള്ളം വീഴും, അതൊക്കെ അവർക്ക് ഹാപ്പിനെസ് ആണ്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ വിളക്ക് കത്തിക്കുന്ന ഇവിടെയാണ്, ഈ തറയിൽ തന്നെയാണ് വിളക്ക്. ഇത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോൺ വെച്ച് ചെയ്തെടുക്കാം. ഇതിന് കണക്കുണ്ടെന്ന് കണക്കുണ്ട്. അത് അളവ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. വെള്ളം താഴേക്ക് ട്രെയിൻ കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് വലിപ്പമുണ്ട് ഇതിന്? ഇത് നമ്മൾ പറയുകയാണെങ്കിൽ വാസ്തു പ്രകാരം പറയുകയാണെങ്കിൽ 28 എന്ന് പറഞ്ഞ ചുറ്റളവിലാണ് കിടക്കുന്നത്. അതായത് നമ്മൾ ഗമനം കൊടുത്ത് ചെയ്യുമ്പോൾ ഒരു 390, 342 അതിന്റെ റെക്ടാങ്കിൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ചെയ്തിരിക്കുന്നു. പിന്നെ അതെ ഫുൾ ഓപ്പൺ ആണ്. ലൈറ്റ് എന്തുമാത്രം അകത്തേക്ക് വരാം അത് കൃത്യമായിട്ട് അകത്തേക്ക് വന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ടത്, നമ്മൾ സിറ്റ് ഔട്ടിൽ പറഞ്ഞ അതേ തൂണുകളല്ലേ നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതേ തൂണുകളാണ്. അത് തന്നെ ഇവിടെയും കൊടുത്തു. ഇതും നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്, ഹൈറ്റ് പറഞ്ഞ് ചെയ്ത് എടുത്തതാണ്. പിന്നെ ഇവിടെയൊക്കെ GI ആണ്. GI എല്ലായിടത്തും പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നാടൻ ഓർഡിനറി നമ്മൾ പറഞ്ഞു. പിന്നെ വെള്ളം അകത്തേക്ക് ചാടത്തക്ക രീതിയിലാണ് അവർ ആ പാത്തി, എനിക്ക് തോന്നുന്നു മഴവെള്ള പാത്തി വരെ കൊടുത്ത് നമുക്കിത് സെക്യൂർ ചെയ്യാം. തൂണിന്റെ അടുത്ത വെർഷൻ ഇതിന്റെ കസ്റ്റമൈസ്. ഇതെനിക്ക് തോന്നുന്നു ഒരു 10-12 അടി വലുപ്പത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം. നമുക്ക് നേരെ ഇതിന്റെ ലിവിംഗ് പാർട്ടിലോട്ട് പോയാലോ? ലിവിംഗ് പാർട്ട് എന്ന് പറയാനില്ല, ഫുള്ളി ഓപ്പൺ ആണ്. ഈ 4 കെട്ടിന് കൃത്യമായിട്ടുള്ള വാസ്തുതി അനുസരിച്ച് കെട്ടുകൾക്ക് കണക്കുണ്ടോ? ഉണ്ട്. അതായത് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ശരിക്കും വരുന്ന പ്ലാൻ പ്രകാരം നമുക്ക് വരുന്ന ഇവിടെ എല്ലാ സെപ്പറേഷൻ ഭിത്തികൾ വരുന്നുണ്ട്. നമ്മൾ അത് കണക്ക് മാറാത്ത രീതിയിൽ, അതായത് ബിനീഷേട്ടന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്പൺ ആയിരിക്കണം. അതായത് ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ ഓപ്പൺ ആയിട്ട് കിട്ടണം. ശരി. അപ്പൊ അതിന് വേണ്ടി നമ്മൾ തിരിവ് കൊടുക്കുന്ന രീതിയിൽ, അളവ് വെക്കുന്ന രീതിയിൽ തിരിച്ചെടുത്തിരിക്കുന്നത്, ഭിത്തി ഒഴിവാക്കി ചെയ്തു കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ കറക്റ്റ് കണക്കൊത്ത് തന്നെ ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് വരുമ്പോൾ ഇവിടെ സോഫ, ദെൻ അവിടെ നമ്മൾ ടി വി വരുന്നുണ്ട്. ഇവരാകെ 4 പേരേ ഉള്ളൂ. ഭർത്താവ്, ഭാര്യ, 2 ചെറിയ മക്കള് സ്കൂളിൽ പഠിക്കുന്നതാണ്. അവര് എനിക്ക് തോന്നുന്നു 1ലും 4ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേർ, അവരെയും കാണാൻ ലാസ്റ്റ്. അങ്ങനെ ഇവിടെ ഒരു ലിവിംഗ് ഏരിയ, ചെറിയൊരു പാർട്ടീഷൻ പോലെ അങ്ങനെയും ചെയ്തിട്ടുണ്ടല്ലേ. അവരുടെ എന്താ പറയാ ട്രോഫീസ് ഒക്കെ വെക്കാനായിട്ടുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് ചെയ്തിരിക്കുന്നു. ഇവിടുന്ന് നേരെയാണ് നമ്മുടെ കിച്ചൺ. നമുക്ക് കിച്ചണിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരാം. കാര്യം കിച്ചണിൽ നിന്ന് പാകം ചെയ്ത് ഡൈനിങ്ങിലേക്ക് വരിക എന്നുള്ളതാണല്ലോ അതിന്റെ സംഗതി. ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇവിടുന്ന് ഡൈനിങ്ങിലേക്ക് വിളമ്പി കൊടുക്കാവുന്ന രീതിയിൽ ഒരു അറക്കി ഡ്രൈവ് കൊടുത്ത് ചെയ്തിരിക്കുന്നു അല്ലേ. അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. അതെ. ഇത് വലിപ്പം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. എത്ര ഉണ്ട് സൈസ്? ഇത് സെയിം 28 എന്ന് പറഞ്ഞ കണക്ക് തന്നെ കൊടുത്തിരിക്കുന്നത്. കണക്ക് കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീണ്ടും പറയട്ടെ, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്.
ഇപ്പോൾ ട്രഡീഷണൽ വീട് ചെയ്യുന്ന ആൾക്കാർ കോണ്ടംപററി ചെയ്യത്തില്ലെന്ന് ചോദിക്കും. അങ്ങനൊന്നുമില്ല. എല്ലാവരും ആർക്കിടെക്ട്സും എഞ്ചിനീയേഴ്സും എല്ലാ ജോലിയും അവർ കൃത്യമായിട്ട് ചെയ്യും. അവർക്ക് കിട്ടുന്ന ഡിസൈനിൽ അവർക്ക് ചെയ്യാം. എന്റെ ഇഷ്ടമല്ല വേറൊരാളുടെ അല്ലത് മറ്റൊരാളുടെ. ഇവിടെയാണ് നമ്മളെ ഹുഡ് ആൻഡ് ഹോപ്പ് കൊടുത്ത് വെളിയിലോട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പുറം ഒരു വർക്കിംഗ് കിച്ചൺ ഉണ്ട്. അതിപ്പോ ഇവരിവിടെ ചെയ്തിരിക്കുന്ന ഞങ്ങളത് കാണിക്കുന്നില്ല. പിന്നെ ആക്സസറീസ് എല്ലാം കൊടുത്തോണ്ട് കബോർഡുകളെല്ലാം കൊടുത്തോണ്ടുള്ള കിച്ചണാണ് വന്നിരിക്കുന്നത്. കിച്ചണിലെ ടൈലില് വ്യത്യാസം വന്നു. ഒരു വുഡൻ ടൈലാണ്. യെസ്, അങ്ങനെ കൊടുത്തിരിക്കുന്നു കിച്ചൺ ഏരിയ. ഇവിടെ നേരെ നമുക്ക് ഡൈനിങ്ങിലേക്ക് പോവാം. ഇതാണ് ഡൈനിങ്. ഇതും വുഡൻ ഡൈനിങ് ടേബിൾ 6 ചെയർ ആക്കി ചെയ്തിരിക്കുന്നു അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഒരു വീട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇന്റീരിയർ അതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല ആൾക്കാരും ചോദിക്കുന്നത് ഇന്റീരിയർ എങ്ങനെ നമ്മൾ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുകയാണോ ചെയ്യുന്നത്, എങ്ങനെയാണോ? എല്ലാം നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ക്ലയന്റ് ഉദ്ദേശിക്കുന്നത് നോക്കിയിട്ട് ആ ഓരോ പോർഷനിൽ എന്ത് വരും എന്നുള്ള നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കും, കണക്കാക്കിയാ ചെയ്യുന്നത്. യെസ്. ഇനി ഇവരുടെ വാഷിംഗ് ഏരിയയും കൂടെ കാണിച്ചു കൊടുത്താൽ ഇത് പൂർത്തിയാവത്തുള്ളൂ. ഇത് അവിടെയാണ് വാഷിംഗ് ഏരിയ അല്ലേ? ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു എന്താ പറയാ, പലയിടത്തും അനാവശ്യമായി ചെല്ല് കൊടുക്കുന്നവർ എനിക്ക് തോന്നുന്നു ചെല്ല് കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, ഇത് നമ്മൾ പറഞ്ഞല്ലോ ഒരു പക്ക 4 കെട്ടായിട്ടാണ് ചെയ്യുന്നത്. ട്രഡീഷണൽ രീതിയിലുള്ള 4 കെട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വരുമ്പോൾ ഒരു ഏകശാല എന്ന് പറയും, നമ്മളിപ്പോ നോർമലി ചെയ്യുന്ന വീടുകൾക്ക് ഏകശാല എന്ന് പറയും. 4 കെട്ട് വരുമ്പോൾ നമ്മൾ ഇതിന്റെ ഗൃഹമധ്യസൂത്രം നോക്കേണ്ടി വരും. 2 വശത്തുള്ള കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് നോക്കണം. അപ്പൊ ഈ മധ്യസൂത്രം പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെന്റിലേഷൻ വേണം അവിടെ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഡോറിന് നേരെ വരും, അവിടെ ആണെങ്കിലും ഡോർ വന്നിട്ടുണ്ട് നേരെ പാസ് ചെയ്യുന്നതിന്. അങ്ങനെ ടെക്നിക്കലി പറഞ്ഞു അതിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് വാഷിംഗ് ഏരിയ. വാഷിംഗ് ഏരിയ പറഞ്ഞ പോലെ ടോപ്പ് ഗ്രാനൈറ്റ് കൊടുത്തുകൊണ്ട് ടോപ്പായിട്ടുള്ള വാഷ് ബേസിനും കൊടുത്ത് ചെയ്തിരിക്കുന്നു. ഇവിടെ 4 ബെഡ്റൂംസാണ് ഉള്ളത്. ആ 4 ബെഡ്റൂംസും നമ്മൾ കാണിക്കുന്നില്ല, 2 ബെഡ്റൂം കാണിച്ചു കൊടുക്കുക അല്ലെ? കാര്യം താമസിക്കുന്ന ഉള്ളതെന്ന് അറിയാലോ. ഇവിടെ ഒരു പൊതു ബാത്റൂം കൂടെ കൊടുത്തിട്ടുണ്ട്, കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. ഒരു സൈഡിലാണ് ബെഡ്റൂം വന്നിരിക്കുന്നത്, മറ്റേ സൈഡില് ലിവിങ്ങും കിച്ചണും ഡൈനിങ്ങും ഒക്കെയാണ്. ഇത് എത്രയാ സൈസ്? ഇത് 21 കോൽ ചുറ്റളവിൽ. വലിയ കിച്ചൺ, വലിയ ബെഡ്റൂം ആണ്. അവിടെ നമ്മുടെ കിങ് സൈസ് ബെഡ് കോട്ട് ഒരു സൈഡ് ടേബിളും കൊടുത്ത് ചെയ്തിട്ടുണ്ട്. കൂടാതെ വാർഡ്രോബ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. വാർഡ്രോബും വന്നു. ഈ ഒരു ഏരിയയിൽ നമ്മുടെ അവരുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് എല്ലാം വന്നിട്ടുണ്ട്. ഇതിലും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബെഡ്റൂം സൈഡ് ഫുൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂംസ് എല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇത് ഒന്നാമത്തെ ബെഡ്റൂം ആണ്. കിഡ്സ് ബെഡ്റൂം രണ്ടാമത്താണ് അല്ലേ? അവർ രണ്ടുപേരെയും ഒരു റൂമിലാണ് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഗൾഫിലുള്ളവർക്ക് പെട്ടെന്ന് റിലേറ്റ് ആവും. ബങ്കർ ബെഡ്സ്, ഒന്നിന് മേളിൽ ഒന്നായിട്ടുള്ള ബെഡുകൾ. അവർ രണ്ടുപേരെ ഒറ്റ റൂമിൽ അക്കോമഡേറ്റ് ചെയ്തത്. പിന്നെ ഇവിടെയും അവരിതാ ഈ ഏരിയയിൽ ഫുള്ളായിട്ട് ഫുൾ വാർഡ്രോബ് ചെയ്തിരിക്കുന്നു. ഒരു കസ്റ്റമർ എപ്പോഴും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒന്നാണല്ലോ ആവശ്യപ്പെടുന്നത്. നമ്മൾ അങ്ങനെയൊന്ന് ചെയ്തു കൊടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ? അതെ. ഇപ്പോ ചോദിച്ചോട്ടെ എന്താ, നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ടുള്ള ഒത്തിരി മാർഗങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് എത്രയും മാക്സിമം കുറച്ചാണ് നമ്മൾ ഈ പറഞ്ഞ 3000 സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ ഈ പറഞ്ഞ റേറ്റിൽ 55 ലക്ഷത്തിന് ചെയ്തിരിക്കുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് പ്രധാനമായിട്ടും അല്ലേ? അകത്ത് അവര് ആ ഏരിയയിൽ മാത്രമേ എക്സ്പോസ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം തേച്ചെടുത്തു അല്ലേ? തേച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി. അങ്ങനെ തന്നെ ഏത് രീതി വേണേൽ ചെയ്യാം, അങ്ങനല്ല. നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട്, അവരുമായിട്ട് നമുക്കൊരു ഫീഡ്ബാക്ക് എടുത്തേക്കാം. അപ്പൊ ഞാൻ ഇരിക്കുന്നത് ഈ വീടിന്റെ ഉടമസ്ഥനുണ്ട്, ഗൃഹനാഥയുണ്ട്, 2 മക്കളും ഉണ്ട്. ആദ്യം നമുക്ക് ഇവരുടെ പേര് ചോദിച്ചാണ്. അടിപൊളി പേരാണല്ലോ. ഞാൻ വന്നപ്പോഴേ നമ്മൾ സംസാരിച്ചൊരു കാര്യം, ഒരു വീട് ചെയ്യുമ്പോഴത്തേക്കും ആ കസ്റ്റമർക്കുള്ള ഒരു ഔട്ട് ആൻഡ് ഔട്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആദ്യം ചോദിക്കാം, നിങ്ങൾ ഇത് സാറ്റിസ്ഫൈഡ് ആണോ? ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ അടുത്ത് പ്രശാന്ത് പറഞ്ഞു, നമ്മളത് സംസാരിച്ചതാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ഉണ്ടായ ഒരു സാധനമാണെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും പറയും. അപ്പൊ ഒരു എന്താ പറയുക, ഇതൊരു ഒരു സാഹചര്യം വന്നപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു, സ്റ്റക്കായി. അപ്പൊ ഇനി എന്ത് എന്നുള്ള സമയത്താണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. എനിക്ക് ഇതിന്റെ അല്ല, പഴയ ഒരു സംഗതി ഉണ്ടായിരുന്നു, പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ ഞാൻ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഒപ്പീനിയൻ എടുത്ത സമയത്താണ് ഒരു ഫ്രണ്ട്, എനിക്കും പുള്ളി അറിയത്തൊന്നുമില്ല, പുള്ളി ഇവരെ നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടില്ല. അപ്പൊ അങ്ങനെ വന്നിട്ട് ഡയറക്റ്റ് ചെയ്ത് തരുന്നത്. പിന്നെ ഞാൻ ഡയറക്റ്റ് വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർ കുറച്ച് തിരക്കിലായിരുന്നു. ഒരു മാസം വെയിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ 1 മാസം 2 മാസം അതൊരു പ്രോബ്ലം ഉള്ള കാര്യമല്ല. ഇത് വേണം. വളരെ ഇതൊരു 3-4 വർഷം എടുത്ത് ചെയ്ത പരിപാടി ആയിരുന്നു. വളരെ റിലാക്സ് ചെയ്ത് 1 മാസമോ 2 മാസമോ ആയാലും വിഷയമല്ല, അത് ചെയ്യാം.
എന്നുള്ള രീതിയിൽ. എത്ര പേരെ കൊണ്ട് പ്ലാൻ വരച്ച് അവരൊന്നും നോക്കിയിട്ടുണ്ടാവും? പ്ലാൻ ഓൾറെഡി ഒരാൾ വരച്ചു, ഓ. അത് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഇവര് വരച്ചിട്ട് നമ്മളൊരു 7-8 തവണ മാറ്റി മാറ്റി ഓ, വരച്ചു. okay. ഓരോ തവണയും ഞാനിങ്ങനെ ഓരോ സജഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കും, അത് വീണ്ടും മാറിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഞാൻ വേറെ എവിടെന്നെങ്കിലും പോയി കുറച്ചുകൂടെ ഒപ്പീനിയൻ എടുക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കാണും. അതിനുശേഷം വീണ്ടും അത് ഇവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഉവ്വ. അങ്ങനെ പിന്നെ വാസ്തുവിൽ ഇത് ഒപ്പിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം എന്താ പറയാ, ഒരു വാശി പിടിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു എന്നുള്ളതാണ് അല്ലേ? വാശി ഇതിന്റെ കേസിൽ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ചെലവ് മാക്സിമം കുറയ്ക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, അതൊക്കെ ആഗ്രഹത്തിന് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അതാണ് സത്യാവസ്ഥ. ഗൃഹനാഥയുണ്ട്, അതായത് അതിന്റെ വൈഫുണ്ട്. ഒരു വീട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എപ്പോഴും ആണുങ്ങൾ പൊതുവെ ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് തരും. നമുക്ക് അവസാനം ഇതിനകത്തൊരു തൃപ്തി ഉണ്ടാവണല്ലോ. ഭർത്താവിന്റെ അതേ അഭിപ്രായമാണോ? കറക്റ്റായിട്ട് വന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ഇതിനകത്ത് കേട്ടാൽ ആൾക്കാർ വിശ്വസിക്കാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ 3300 സ്ക്വയർ ഫീറ്റ് 55 ലക്ഷത്തിൽ തീർത്തു എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ടവരൊന്നും വിശ്വസിക്കില്ല കേട്ടോ. അത്ര എഫേർട്ട് ഉണ്ടായിരുന്നു. 1 രൂപയ്ക്ക് നമ്മുടെ ഓട് അല്ലേ? അത്ര എഫേർട്ട് ഉണ്ടായിരുന്നു അതിന്. അത് ഈ വീട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും. അത് രാവിലെ കല്ല് നോക്കാൻ ഒരു 10 തവണയെങ്കിലും കണ്ണൂർ പോയിട്ടുണ്ട്. കല്ല് തൂണെടുക്കാൻ വേണ്ടി മയിലാടിയിൽ ഒരു 10 തവണയെങ്കിലും പോയിട്ടുണ്ടോ. അതിങ്ങനെ രാവിലെ ബൈക്ക് കൊടുത്തങ്ങ് പോവാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കല്ല് ചെത്തുന്ന സ്ഥലത്ത് പോയി കണ്ട് അത് കഴിഞ്ഞിട്ട് അവരുമായിട്ട് വിളിച്ച് സംസാരിക്കും. ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്. അപ്പൊ അവരത് പറയും. അതിനുശേഷം പിന്നെ ഈ ഓടെടുക്കാനായിട്ട് ഏതെല്ലാം വീടിന്റെ ഏതെല്ലാം ഏരിയയിൽ പോയിട്ടുണ്ട്, അവിടെ നിന്ന് കണ്ട പാമ്പുകൾ കണ്ട് അതാ അവർക്ക് ഒഴിവാക്കാൻ വേണ്ടി വെച്ചിട്ട് ആ സാധനങ്ങൾ കണ്ടുപിടിക്കണം. ഞാനൊരു ബംഗാളിയും കൂടെ പോകും, എടുത്ത് കയറ്റും. ഒരുപാട് എഫേർട്ട് ഉണ്ട് അതില്. എഫേർട്ട് പേ ചെയ്യപ്പെടുന്നതാണ്. അതെ. എങ്ങനെയുണ്ട് വീട്? അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. അതാണ് ഇപ്പോ എന്താ പറയുന്നത്, എപ്പോഴും നമ്മളൊരു സംഗതി ചെയ്തു വരുമ്പോഴത്തേക്കും അത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം നമുക്ക് രാവിലെ ഇങ്ങനെ സമയം തന്നെ. താങ്ക് യു സോ മച്ച്. വിനീഷ്, ഇതിന്റെ ഉടമസ്ഥനെ അവർക്ക് വർക്ക് ചെയ്യാൻ വരുന്ന എത്രാമത്തെ ആളാണ് നിങ്ങൾ? മീൻസ് എത്ര പേരെ സമീപിച്ചതിന് ശേഷം നിങ്ങൾ ഒരു 6-7 പേരെ സമീപിച്ചിട്ടുണ്ട് പുള്ളി ഓൾറെഡി. അനന്തം പറഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ വന്ന ഒരു ഇല്ല, അതൊന്നും പറഞ്ഞില്ല, ഞാൻ ചോദിച്ചില്ല. ഞാൻ പറഞ്ഞുതരാം. നമ്മള് വേറെ തൃശ്ശൂരില് കയ്പമംഗലത്ത് അദ്ദേഹം കാനഡക്കാരനാണ്. അദ്ദേഹത്തിന് ഇന്ന് നിമിഷം വരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിനെ ഞങ്ങൾ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തു. പുള്ളിക്ക് എങ്ങനെയോ ഞങ്ങളെ കിട്ടി. ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഞങ്ങൾ കാനഡയിലാണ്, നാട്ടിൽ ആരുമില്ല, മക്കള് അപ്പം നാട്ടിൽ വന്നാല് ഞങ്ങളുടെ തൃശ്ശൂർ സ്റ്റൈലിൽ അവർക്കൊരു വീട് വേണം. അവര് പറയുന്ന രീതി എന്ന് വെച്ചാൽ പുള്ളിക്ക് കയറുമ്പോൾ ഒരു ആനച്ചമയം, പിന്നെ കയറുമ്പോൾ അങ്ങനെ കുറെ ഐഡിയാസ് ഉണ്ട്. സോ ആ രീതിയിൽ വേണമെന്ന് പറഞ്ഞു. അപ്പം പുള്ളിയും കുറെ പേരെ കോണ്ടാക്ട് ചെയ്തിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ പ്ലാൻ വരച്ച് തരാം, സാറിന് ഇഷ്ടപ്പെട്ടാൽ നോക്കാം. അപ്പൊ പുള്ളി വേറൊരു ഇത് പറഞ്ഞു, എനിക്ക് ഒത്തിരി വേണ്ട, എനിക്കൊരു 2000-ന് മുകളിൽ വേണ്ട. അപ്പൊ ആക്ച്വലി നമ്മളൊരു 1850 സ്ക്വയർ ഫീറ്റിൽ അപ്പൊ അത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഈ വിനീഷേട്ടൻ ആണെങ്കിൽ ഇദ്ദേഹം ഒരു 5-6 പേരെ കോണ്ടാക്ട് ചെയ്ത് പ്ലാൻ വരപ്പിച്ചു. ഇവരെല്ലാവരും ഇവരുടെയൊക്കെ പ്ലാൻ ഉണ്ടല്ലോ, അതിൽ എന്തൊക്കെയോ കറക്ഷൻസ് ഉണ്ട്. അപ്പം ഈ വിനീഷേട്ടൻ പ്ലാൻ ഫേസ്ബുക്കിൽ ഏതൊരു പേജിൽ ഇട്ടിട്ട് എന്തെങ്കിലും സജഷൻ ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിനോട് പറയുന്നു, ആൾക്കാരുണ്ട്, കോണ്ടാക്ട് ചെയ്യൂ, നിങ്ങൾക്ക് അവര് നല്ലൊരു ഡിസൈൻ ചെയ്ത് തരും. അവര് കണ്ടിട്ട് പോലും ഇല്ല. ഇപ്പം അദ്ദേഹത്തിന്റെ പേര് ശ്രീരാജ് എന്നാണ്. വിനീഷേട്ടൻ നമ്മൾ വിളിച്ചിട്ട് ആദ്യം ചോദിച്ചൊരു കേസ് ഉണ്ട്, ശ്രീരാജ് എന്ന് പറഞ്ഞ ആള് നമ്മുടെ റിലേറ്റീവ് ആരെങ്കിലും ആണെന്നാണ് അത്രമാത്രം റെക്കമെൻഡ് ചെയ്തു. ഞങ്ങൾ കണ്ടിട്ടുകൂടിയില്ല അദ്ദേഹത്തെ. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല സാറേ, അദ്ദേഹത്തിന് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് കൂടി ഇല്ല, നമ്മുടെ ക്ലൈന്റ് ആണ്. അപ്പോഴാണ് പറഞ്ഞത് ഓക്കെ. പക്ഷെ പുള്ളിയുടെ സംസാരത്തിൽ ഞാൻ ഓർത്തു പുള്ളി നിങ്ങളെ സജസ്റ്റ് ചെയ്ത രീതി വെച്ചപ്പോ അങ്ങനെ പറഞ്ഞു. ഓക്കെ, അല്ല അപ്പം നമ്മള് ഫസ്റ്റ് ഇവിടെ വന്ന് നോക്കുമ്പോൾ വിനീഷേട്ടൻ എന്നോട് ചോദിക്കുന്നത്, ഈ സ്ഥലം കിടന്നത് ഭയങ്കര വേറൊരു വിനീഷേട്ടൻ എന്നോട് ചോദിക്കുന്നത്, ഇവിടെ എനിക്കൊരു 4 കെട്ട് വെക്കാൻ പറ്റുമോ എന്നായിരുന്നു ചോദിച്ചത്. അപ്പം ഞാൻ എന്താ വെച്ചാൽ ആക്ച്വലി വേറെ ഫ്രണ്ടിലൊരു പ്ലോട്ട് ഉണ്ടായിരുന്നു, അത് വേണമെന്ന് ചോദിച്ചാൽ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു, സ്പേസ് ഇല്ല. ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഷുവർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനൊരു 5-6 പേരെ കോണ്ടാക്ട് ചെയ്തു, അവർ വന്നിട്ട് എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ തരുന്ന പ്ലാൻ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്താൽ. അങ്ങനെ പ്ലാൻ വരച്ചു, പുള്ളിക്ക് ഓക്കെ ആയി. അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്. ഒരു 2 പേരും 2 പ്ലാനായി വരയ്ക്കുക. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞനുസരിച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ആ 2 പ്ലാൻ കസ്റ്റമർക്ക് കൊടുക്കും. അതിനകത്ത് കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻ എടുക്കും. ഇനി അത് ഇഷ്ടപ്പെട്ടില്ല വീണ്ടും വരയ്ക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ ഡബിൾ ആണ് എന്നല്ലേ പറയണ്ടേ, ഡബിൾ എഫക്റ്റ് ആണ് തരിക. അത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക. സിബിൽ സ്കോർ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച്
100%, 80%, 70% എലിജിബിലിറ്റി എലിജിബിലിറ്റി വെച്ചിട്ടാണ് ഇതൊന്നും ഇവര് തരുന്നല്ല, ബാങ്കാണ് ബാങ്കാണ് ലോൺ തരുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവരുടെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചത് ഇവർ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണെങ്കിൽ ഞാൻ അതിന് ശേഷം പറഞ്ഞിരുന്ന അവസാനം തിരുവനന്തപുരത്ത് നമ്മൾ തീർത്ത ഒരു വീടുണ്ട്, അത് കാണിക്കാവുന്ന, അതാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ വാട്സാപ്പിൽ ബന്ധപ്പെടുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. എടുത്തു പറയുന്നത് സർവീസാണ്. എപ്പോഴും നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് കസ്റ്റമർക്ക് കൃത്യമായിട്ട് ആ സർവീസ് ലഭിക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് കിട്ടും. പിന്നെ ഏതൊരു വീഡിയോയിലും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വിളിച്ചിരിക്കും, രണ്ടാമത് വിളിക്കുക. ക്ഷമ വേണം എന്നാണ് ഉദ്ദേശിച്ചത്. ക്ഷമ ആട്ടിൻസുപ്പിൻ്റെ മലഞ്ചി. വീണ്ടും കാണാം. വളരെ മികച്ച വീഡിയോ. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ